വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹരിതഗൃഹം. ഇന്ന് നമ്മളൊരു മാല ഉണ്ടാക്കാൻ പോണേ, ഗുരുമാലയാണ് ഉണ്ടാക്കാൻ പോണത്. ഇപ്പോഴത്തെ കുറേ ഗുരുസുകൾ ഉണ്ടാക്കിയെടുക്കും. ഇതാണ് സ്റ്റാർ പോലെ ആക്കിയിട്ട്, സ്റ്റാർ പോലത്തെ ഇതിൽ ഇനിയിതെങ്ങനെ ഉണ്ടാക്കണേന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം നമ്മുടെ ഡ്രസ്സിനനുസരിച്ച്. പിന്നെ ഇത് ഈ ഫ്യൂസ് ട്യൂബ് വേണം. ഫ്യൂസ് ട്യൂബ് എന്നാണ് ഇതിനെ പറയുന്നത്. പിന്നെ നമ്മുടെ സ്റ്റാർ ക്യാപ്പ് എന്ന് പറയുന്നത്, സ്റ്റാർ ക്യാപ്പ് ഇതേപോലെയാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്. അപ്പം ഇതിൽ നിന്ന് എടുത്തതാണിത്. ഇത് വേണം. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഇതൊരെണ്ണം ഇങ്ങനെ എടുക്കുക, ഇതൊപ്പം പിടിക്കുക. ഇങ്ങനെ ഈ രണ്ട് ബോൾ പോലെ ഇരിക്കണത് തന്നെ ഇതിങ്ങനെ ഒപ്പം പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യുക. ഒപ്പം അങ്ങനെ കട്ട് ചെയ്തതാണ് ഈ ഇരിക്കുന്നത്. കണ്ട, എടുത്തിട്ട് സ്റ്റാർ എടുത്തിട്ട് സ്റ്റാറിൻ്റെ ബാക്കിൽ കൂടെ ഇങ്ങനെ കോർക്കണം. കണ്ട, എന്നിട്ട് മുത്തെടുത്തിട്ട് ഈ നീല മുത്തെടുത്തിട്ട് കോർത്ത് പിന്നെ ഈ സ്റ്റാറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്ന് വീഴും. കണ്ട, എന്നിട്ട് നമ്മുടെ പ്ലെയർ എടുത്തിട്ട് ഒരു ഇത്തിരി ഗ്യാപ്പ് വിട്ടിട്ട്, ഒരു ലേശം ഗ്യാപ്പ് മതി. ഇതിനെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ട് താഴേക്ക് മറിച്ചിട്ട് ഇതിലേ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ബലത്തി പിടിക്കണം കേട്ടോ ഈ കമ്പി, അല്ലെങ്കിൽ ടൈറ്റ് ആവൂല. ഇങ്ങനെ ഇങ്ങനെ ബലത്തി പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു 5-6 ചുറ്റി ഇങ്ങനെ ചുറ്റുക. സിമ്പിളാണത്. ഇങ്ങനെ ചുറ്റിയിട്ട് കണ്ട, നമുക്കുള്ള കമ്പി അങ്ങോട്ട് കട്ട് ചെയ്ത് കളയും. ഇത് നീണ്ടു നിൽക്കണത് നമ്മളൊന്ന് പ്ലെയർ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്മേൽ കൊള്ളുമത്. നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ സെറ്റ് ചെയ്യുക. ഇത് ഈ പൈപ്പിലാണ് നമ്മൾ സെറ്റ് ചെയ്യണത്. അല്ലേ, ഈ പൈപ്പിൽ. അതായത് ഇത് നമുക്ക് ഇങ്ങനെ സ്പ്രിങ് വാങ്ങിക്കാൻ കിട്ടും. ഇതേപോലെ അളവിൽ വെട്ടിയെടുക്കണം. ഈ അളവിൽ വെട്ടിയെടുക്കണം. ഈ അളവിൽ വെട്ടിയെടുത്തിട്ട് അത് വെട്ടണത് എങ്ങനെയാണെന്ന് കാണിച്ചത്. ഇത് കണ്ട, ഇതിൻ്റെ അറ്റമാണ് ഈ കാണുന്നത്. കണ്ട, ഇതിൻ്റെ അറ്റം എടുത്തേക്കണതിൻ്റെ അറ്റം അതിൻ്റെ നേരെ അടുത്ത സ്റ്റെപ്പായിട്ട് അതിൻ്റെ നേരെ താഴത്തായിട്ട് കട്ട് ചെയ്യണം. അല്ല, ഒരു റൗണ്ട് കിട്ടിയാണ്ട്. അപ്പം ഇത് അകന്നിരിക്കും ഇങ്ങനെ. ഇത് ഗുങ്കുരുവായ. ഇത് ഇതേപോലെ 2 പൈപ്പിൻ്റെ നടുക്ക് കണ്ട, ഈ 2 പൈപ്പിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഇതാക്കണം. അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അല്ല, പൈപ്പ് എങ്ങനെ ഇരിക്കണേന്ന് നോക്കിയേ. ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കോർത്തെടുക്കണം, ഇങ്ങനെ ഇട്ടേക്ക്. എന്നിട്ട് നമുക്ക് വേറെ പ്ലെയർ കൊണ്ട് ഇവിടെ ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് ഇതെടുത്തിട്ട് തെറ്റിപ്പോകരുത്. അല്ലെങ്കിൽ ഈ ഗുങ്കുരു അമർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഗുങ്കുരു താഴത്തേക്ക് പോലും. കണ്ട, ഓക്കെ. കണ്ട, ഇങ്ങനെ ആയതുണ്ട്. ഇനി ഇതേപോലത്തെ ഒരു ഗുങ്കുരു ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ചേർക്കണം. ചേർത്ത് ഇതേപോലെ ഇങ്ങനെ തൂക്കിയിടണം. അങ്ങനെ നമ്മളതങ്ങനെ ഇനിയൊരു കുങ്കുരു നമുക്ക് ഈ റിങ്ങിൽ കോർത്തെടുക്കാം. എന്നിട്ട് ഇതിന്മേൽ സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ 2 പീസായിട്ടിരിക്കണേ. നമുക്ക് നോക്കാം. ഇങ്ങനെ കോർത്തെടുക്കട്ടെ കേട്ടോ. ഇതെടുത്തിട്ടുണ്ട്. ഈ ഒരു പീസ് എടുത്ത് എന്നിട്ട്
ഇത് മേൽ കോർത്തേ. പിന്നെ നമുക്ക് മറ്റേ പ്ലെയർ കൊണ്ട് ഈ കോർത്ത ഭാഗം ഇങ്ങനെ പിടിക്കാം. വെയിറ്റ് കൊണ്ട് താഴത്തോട്ട് പോകണം. പിന്നെ കുങ്കുരു ഒരെണ്ണം പോയി. കുങ്കുരു നമ്മൾ നോക്കണത് അതിവിടെ ഇങ്ങനെ അറ്റത്താക്കി പിടിച്ചാൽ കുറച്ചും കൂടി ഇങ്ങോട്ട് വരുന്നു. റൗണ്ടിൻ്റെ ഉള്ളിൽ ഇനി നമുക്ക് പ്ലെയറുണ്ട് അടുപ്പിച്ച് ഈ റിങ് അടുപ്പിച്ച് പ്രസ് ചെയ്ത് നമ്മുടെ കൈ കൊണ്ട് ഇത് പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പിടിക്കുക. നമുക്ക് ഇത്തിരി ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പിടിച്ച് ഇതാക്കാം. അല്ലെങ്കിൽ കുങ്കുരു പോന്നുകൊണ്ടിരിക്കും. റെഡി ആയതുണ്ട്. അപ്പം നമുക്കിങ്ങനെ ഇനി അടുത്തത് ഒരു പീസ് ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഇവിടെ ഇങ്ങനെ വയ്ക്കാം. അങ്ങനെ റൗണ്ട്. അങ്ങനെ നമ്മുടെ ഈ മാല ഇത്രയും കെട്ടി. അതായത് 1 2 3 4 5 6 7 8 ഇവിടെ 2 വെച്ചിട്ടുണ്ട്. 9 10 അങ്ങനെ ഇങ്ങനത്തെ 10 എണ്ണം. അതായത് ഒരെണ്ണത്തിൽ 10 മണികളും അങ്ങനെ 10 മണികളുള്ള 10 എണ്ണം നമ്മൾ ഇന്ന് റെഡിയാക്കും. ഇത്രയും വരെ ആയിട്ടുണ്ട്. ഇനി 2 എണ്ണവും കൂടെ ചേർക്കണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നമുക്ക് കൊളുത്തിട്ടിട്ട് നമുക്ക് ചെയിൻ ഇടണമെങ്കിൽ ചെയിൻ ഇടാം. അല്ലെങ്കിൽ നമ്മുടെ ബാക്കിൽ ത്രെഡ് ഉണ്ടല്ലോ, ത്രെഡ് ഇടണമെങ്കിൽ ത്രെഡ് ഇടാം. നമ്മുടെ ഇഷ്ടം പോലെ. ഇത് നമ്മൾ ചെയ്തത് 2 എണ്ണം കൂടി ഉണ്ട്. അത് 2 എണ്ണം കൂടെ ഇതാണ് ഞാൻ പറഞ്ഞ അതിൻ്റെ ബാക്കിൽ. പക്ഷെ നമ്മൾ ലോക്ക് ഇങ്ങനെ തുറന്നു വെച്ചു എവിടെയെങ്കിലും പോകാൻ നേരത്തെ അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ മാല ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും നമുക്ക് 300 രൂപ എങ്ങനെയെങ്കിലും പുറത്തുനിന്ന് വാങ്ങിക്കണേ. 350 രൂപയോളം നമുക്ക് ഈ മാലക്കാണ്. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഒരു ലൈക്കും തന്നേക്കണം. പിന്നെ അടുത്തത് വേറൊരു ടൈപ്പ് മാല ചെയ്യാം. അപ്പം ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ പിടിച്ച് തുടങ്ങിയിരിക്കുന്നത്, ഞാൻ വീഡിയോ പിടിക്കാൻ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. ആ സ്റ്റാൻഡിൽ വെച്ച് പിടിച്ചത് കൊണ്ടാണ് ഇപ്പം നമുക്ക് ഇത്രയും ഇതായിട്ട് ക്ലിയർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു.
ഇത്രയും നാളെ ഞാൻ അങ്ങനെയല്ല തന്നെത്താനെ ഒറ്റക്കാണ്